എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്. ഇത് പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് തയ്യാറാക്കുന്നത്. പുട്ടുപൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഉഴുന്നതായതുകൊണ്ട് ഒരു 3/4 കപ്പ് ഉഴുന്നാണ് കേട്ടോ ഞാൻ കുതിർക്കാൻ വെച്ചത്. 3-4 തവണ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 1/2 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം, അത് ഇഡ്ഡലി കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡ് പുട്ടുപൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ലുലുവിൻ്റെ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇതുകൊണ്ട് 2 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുട്ടുപൊടി കുറച്ച് ഒന്ന് നനച്ച് വയ്ക്കണം. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഓരോ പുട്ടുപൊടിയുടെ അളവിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒരു ഇച്ചിരി ലൂസ് രീതിയിൽ നമ്മൾ ഈ മാവ് ആക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് നനച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ മാവാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. മാവ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ആവശ്യമനുസരിച്ചാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തയ്യാറാക്കി വെച്ചോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്കുള്ള ആ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാടല്ല, ഇഡ്ഡലിയുടെ മാവ് തയ്യാറാക്കുമല്ലോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. പുട്ടുപൊടി ചേർത്തതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് കേട്ടോ നമുക്ക് ഈ മാവ് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഒരു 3-3.5 കപ്പോളം ഞാൻ വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ബൗളായതുകൊണ്ട് വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. മാവൊക്കെ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് പുളിച്ച് പൊന്തി വരുമ്പോഴത്തേനും പുറത്തേക്ക് കവിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് കുറച്ചൊരു വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിയുടെ മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഓവർനൈറ്റാണ് കേട്ടോ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് തന്നെയാണ് നമ്മുടെ മാവ്. ഒന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഓരോ തവി മാവ് ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലിയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം എന്താ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. പുട്ടുപൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് പറയേയില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ പച്ചരി ഇല്ലെങ്കിൽ നമുക്ക് ഉഴുന്നും പുട്ടുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല പൂ പോലത്തെ അടിപൊളി ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റാണെന്ന് കണ്ടില്ലേ. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണേ.